കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയാലോ? എന്താണെന്നല്ലേ? വെണ്ടക്ക പാലുകറി. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ആദ്യം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം നന്നായി തുടർച്ചയായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ആയിട്ടുണ്ട്. അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ആ ചട്ടി തന്നെ യൂസ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടം അരിഞ്ഞത്, കുറച്ച് വേപ്പില. ഇതൊരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് 3 മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവണം എന്നില്ല. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം, ആ പച്ചമണം മാറുന്നത് വരെ. ഇതിലേക്ക് 2 പാൽ ചേർക്കണം. 1/4 കപ്പ് പാലാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവിടെ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് തിളക്കുന്നുണ്ട് കറി. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതായത് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 പാൽ 1/2 കപ്പ് ഒഴിക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ വെണ്ടക്ക പാലുകറി റെഡിയായി. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 5-6 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് അടച്ചു വെച്ചിരിക്കുന്ന പാലുകറിയില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ തൈ നാടൻ വെണ്ടക്ക പാലുകറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക് യു.